എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തക്കാളിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായി ഞാൻ 5 തക്കാളിയാണ് എടുത്തത്. 5 വലിയ തക്കാളി തന്നെയാണ് എടുത്തത്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തതാണ് വെളുത്തുള്ളി. അത് ഒരു 3-4 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെളുത്തുള്ളി നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്തോളൂ കേട്ടോ. അത് അതിൻ്റെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ വലുതെല്ലാം ഞാൻ ഒന്ന് നടുകെ കീറി കൊടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ അത് മുഴുവനായി ഇട്ടാൽ മതി. അപ്പോൾ ഇത്രയും വെളുത്തുള്ളി എടുക്കുന്നത് അതിനൊരു ടേസ്റ്റ് കൊടുക്കും കറിക്ക്. അപ്പോൾ തക്കാളിയെല്ലാം ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് മുറിച്ചെടുത്തത്. അപ്പോൾ ഇനി നമ്മൾക്ക് തക്കാളിക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ തക്കാളിക്കറി ഞാൻ ചട്ടിയിലാണ്, മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കടുകെല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഈ വെളുത്തുള്ളി അല്ലിയും ഒരു പച്ചമുളക് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി പച്ചമുളകും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് ഇതാ മുറിച്ച് വെച്ച തക്കാളി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഇടാനുള്ളതാണ് ചുവന്ന മുളക് പൊടി. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇതിൽ ഇപ്പം ആ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ ഇത് നമ്മൾക്ക് വളരെ ചെറിയ തീയിലിട്ടിട്ട് ഈ തക്കാളിയിൽ നന്നായി ഒന്ന് വേവിച്ച് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതാ തക്കാളി ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതാ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർക്കേണ്ടതാണ് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ ചെറിയ പുളി, ഒരു കഷ്ണം പുളി മതി കേട്ടോ. അപ്പോൾ ആ ജ്യൂസ് നമ്മൾക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ, ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾക്ക് അതിനുള്ള ഉപ്പൊന്ന് നോക്കണം. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയിൽ വെള്ളമൊക്കെ ചേർത്തല്ലോ, അപ്പോൾ അതിൻ്റെ ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് ഇതേപോലത്തെ ഗ്രേവി തന്നെ വേണമെന്നില്ലവർക്ക് ഇതുപോലെ തന്നെ വറ്റിക്കാണ്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് കുറുക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാ തക്കാളിക്കറി പിന്നെ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കറിക്ക്. പുളിയും ആ തക്കാളിയുടെ പുളിയും നമ്മളിപ്പം ആ വാളംപുളി ചേർത്തില്ലേ, ആ പുളിയെല്ലാം കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈ കറിക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ഈ വളരെ സിമ്പിളായിട്ടുള്ള ഒരു തക്കാളി കറിയാണിത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ. ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഉപ്പും പുളിയും എരിവൊക്കെ കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം വേണമെന്നുള്ളവർക്ക് ഇത്ര കുറുക്കി എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്ര ഇതുപോലെ വറ്റിച്ചെടുക്കാവുന്നതാണ്.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.